റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എന്നും വിവാദങ്ങളുടെ കളിത്തോഴനാണ്. അല്ല, സാഹചര്യങ്ങൾ എന്തു തന്നെയായാലും അതിനെയെല്ലാം അതിജീവിച്ച് പരമാധികാരത്തിൻ്റെ എല്ലാ സുഖങ്ങളും നേടി ജീവിക്കുന്ന ദ റിയൽ ലീഡറാണ് പുടിൻ. പുടിൻ വില്ലനാണോ നായകനാണോ എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്നാൽ വർത്തമാനകാലത്ത് പുടിൻ നായകസ്ഥാനത്ത് നിൽക്കുന്ന ഒരു ലോകക്രമം ഉണ്ട് എന്നത് വാസ്തവമാണ്. അതെ, ഒരു കാലത്ത് അമേരിക്ക എന്ന വൻശക്തിയെ നേർക്കുനേർ നിന്ന് വെല്ലുവിളിച്ച സോവിയറ്റ് യൂണിയന്റെ എല്ലാ അധികാര അവകാശങ്ങളും കൈവശം വെച്ച് അനുഭവിക്കുന്ന വ്ളാഡിമിർ പുടിൻ എന്ന ലോക നേതാവിൻ്റെ ജീവിതകഥ സംഭവ ബഹുലമാണ്. Нынешнее замороженное состояние отношений с Россией рассчитываем, что все международные партнеры в отношениях с нами будут придерживаться принципов равноправия и взаимного учета интересов. എല്ലാ ലോക നേതാക്കളെയും കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവരുടെ ജനനം മുതൽ പറഞ്ഞു തുടങ്ങാറുണ്ട്. എന്നാൽ വ്ളാഡിമിർ പുടിൻ എന്ന നേതാവിൻ്റെ ജനനവും പഠനവും ഒന്നും ഇവിടെ പ്രസക്തമല്ല എന്ന് പറയാം. മറിച്ച് വ്ളാഡിമിർ പുടിൻ എന്ന നേതാവ് രൂപപ്പെടുന്നത് ജർമ്മൻ മതിലിൻ്റെ തകർച്ചയോടെയാണ്. പുടിൻ എന്ന റഷ്യൻ ഭരണാധികാരി ജന്മം കൊള്ളുന്നത് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയിൽ നിന്നും. ലോകത്തെ സോഷ്യലിസ്റ്റ് ഭരണക്രമത്തിന്റെ ചുടലപ്പറമ്പിൽ നിന്നും വളർന്നു പന്തലിച്ച വ്ളാഡിമിർ പുടിൻ്റെ ജീവിതം വിവാദങ്ങൾ നിറഞ്ഞതാകുന്നതിൽ അത്ഭുതമില്ലല്ലോ. സോവിയറ്റ് യൂണിയന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായിരുന്ന KGBയിൽ 16 വർഷത്തോളം പ്രവർത്തിച്ചയാളാണ് പുടിൻ. കിഴക്കൻ യൂറോപ്പിൽ കമ്മ്യൂണിസത്തിനുണ്ടായ തളർച്ചയോടെ ബെർലിൻ മതിൽ തകർന്നു. 1989 ഡിസംബർ 5 ബെർലിൻ മതിൽ തകർത്തുകൊണ്ട് ഒരു വലിയ ജനക്കൂട്ടം കിഴക്കൻ ജർമ്മൻ രഹസ്യ പോലീസായ സ്റ്റാസിയുടെ ഡ്രെസ്ഡൻ ആസ്ഥാനത്തേക്ക് ഇരച്ചു കയറി. ഒരു സംഘം പ്രകടനക്കാർ സോവിയറ്റ് രഹസ്യ സംഘടന KGBയുടെ പ്രാദേശിക ആസ്ഥാനത്തിന് തീയിടാനും തുടങ്ങി. ഈ സംഭവമാണ് വ്ളാഡിമിർ പുടിൻ എന്ന നേതാവിൻ്റെ ജനനത്തിലേക്ക് നയിച്ചത്. KGB ഓഫീസിൽ പുടിൻ എന്ന യുവാവ് തനിച്ചായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന പുടിൻ ഒരു റെഡ് ആർമി ടാങ്ക് യൂണിറ്റിന്റെ ആസ്ഥാനവുമായി ബന്ധപ്പെട്ടു. എന്നാൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട ആ യുവാവിന് ലഭിച്ച ഉത്തരം അയാളിൽ ഞെട്ടൽ സൃഷ്ടിക്കുകയും ജീവിതം മാറ്റിമറിക്കുകയും ചെയ്യുന്നതായിരുന്നു. മോസ്കോയിൽ നിന്നുള്ള ഉത്തരവുകളില്ലാതെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നായിരുന്നു ആദ്യ മറുപടി. തുടർന്ന് മോസ്കോ നിശബ്ദമാണ് എന്ന ഉത്തരവും. ഈ വാക്കുകൾ പുടിന് ഞെട്ടൽ സമ്മാനിച്ചു. രണ്ടും കൽപ്പിച്ച് ആ യുവാവ് ഇരച്ചു കയറി വന്ന ജനക്കൂട്ടത്തിന്റെ മുന്നിലേക്ക് ഇറങ്ങിച്ചെന്നു. ഇവിടേക്ക് ഇരച്ചു കയറരുത്. ഉള്ളിൽ ആയുധധാരികളായ റഷ്യൻ പട്ടാളമുണ്ട്. അവർക്ക് ആയുധമെടുക്കേണ്ടി വരും. വ്ളാഡിമിർ പുടിൻ ജനക്കൂട്ടത്തെ സധൈര്യം നേരിട്ടുകൊണ്ട് ഭീഷണിപ്പെടുത്തി. ഒറ്റയ്ക്ക് ഇറങ്ങി വന്ന് തെല്ലും പതറാതെയുള്ള ആ യുവാവിൻ്റെ ഭീഷണിപ്പെടുത്തൽ ജനം വിരണ്ടു. അവസാനം അവർക്ക് അതിൽ നിന്നും പിന്മാറേണ്ടി വന്നു. ജനക്കൂട്ടം പിന്മാറിയതോടെ അവിടെ നിന്നും രക്ഷപ്പെടുന്നതിന് മുമ്പ് KGBയുടെ രഹസ്യരേഖകളെല്ലാം അഗ്നിക്കിരയാക്കി തെളിവ് നശിപ്പിച്ചു വ്ളാഡിമിർ പുടിൻ എന്ന വിശ്വസ്തനായ കമ്മ്യൂണിസ്റ്റ് പോരാളി. എന്നാൽ ആ സംഭവത്തോടെ മോസ്കോ നിശബ്ദമാണ് എന്ന വാക്ക് ആ യുവാവിനെ വേട്ടയാടാൻ തുടങ്ങി. അന്നു മുതൽ ഇന്ന് വരെ പ്രകോപിതരായ ജനക്കൂട്ടത്തെ പുടിൻ ഭീഷണികൾ കൊണ്ട് നേരിടുന്നു. ഇന്ന് വ്ളാഡിമിർ പുടിൻ സ്വയം ഒരു മോസ്കോ ആയി മാറി. എന്ത് തീരുമാനവും കൈക്കൊള്ളാൻ സാധ്യമായ സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹം. 1990 റഷ്യയിലേക്ക് മടങ്ങിയെത്തിയ പുടിൻ സെന്റ് പീറ്റേഴ്സ്ബർഗിലെ ആദ്യത്തെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട മേയറായ സോബ്ചാക്കിന്റെ ഉപദേഷ്ടാക്കനായി. പുടിൻ വളരെ പെട്ടെന്ന് സോബ്ചാക്കിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായി മാറുകയായിരുന്നു. 1994 അദ്ദേഹം സെന്റ് പീറ്റേഴ്സ്ബർഗിലെ ആദ്യത്തെ ഡെപ്യൂട്ടി മേയർ പദവിയിലേക്ക് ഉയർന്നു. 1996 പുടിൻ മോസ്കോയിലേക്ക് താമസം മാറി. അവിടെ അദ്ദേഹം പ്രസിഡൻഷ്യൽ സ്റ്റാഫിൽ ചേർന്നു. 1998 ജൂലൈയിൽ പ്രസിഡന്റ് ബോറിസ് എൽസിൻ പുടിനെ ഫെഡറൽ സെക്യൂരിറ്റി സർവീസിന്റെ ഡയറക്ടറാക്കി. താമസിക്കാതെ പുടിൻ സെക്യൂരിറ്റി കൗൺസിലിന്റെ സെക്രട്ടറിയായി. 1999 പുടിനെ പ്രധാനമന്ത്രിയായി നിയമിച്ചു. ചെച്ചൻ വിഘടനവാദികളെ അടിച്ചമർത്തിക്കൊണ്ടാണ് അദ്ദേഹം ഭരണാധികാരി എന്ന നിലയിലുള്ള തന്റെ കരുത്ത് തെളിയിച്ചത്. 1999 ഡിസംബർ 30 യെൽസിൻ അപ്രതീക്ഷിതമായി രാജി പ്രഖ്യാപിക്കുകയും പുടിനെ ആക്ടിംഗ് പ്രസിഡന്റായി നിയമിക്കുകയും ചെയ്തു. ദുർബലമായ റഷ്യയെ പുനർനിർമ്മിക്കുമെന്ന വാഗ്ദാനം ചെയ്തുകൊണ്ട് 2000 മാർച്ചിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 53% വോട്ടുകൾ നേടിയ പുടിൻ അനായാസം വിജയിച്ചു. പ്രസിഡന്റ് എന്ന നിലയിൽ അഴിമതി അവസാനിപ്പിക്കാനും ശക്തമായി നിയന്ത്രിത വിപണി സമ്പദ്വ്യവസ്ഥ സൃഷ്ടിക്കാനും അദ്ദേഹം ശ്രമിച്ചു. പിന്നീട് അങ്ങോട്ട് റഷ്യ എന്നാൽ വ്ളാഡിമിർ പുടിൻ എന്നതായി സ്ഥിതി. റഷ്യയുടെ 89 പ്രദേശങ്ങളുടെയും റിപ്പബ്ലിക്കുകളുടെയും മേൽ പുടിൻ പെട്ടെന്ന് നിയന്ത്രണം പുനഃസ്ഥാപിച്ചു. അവയെ 7 പുതിയ ഫെഡറൽ ഡിസ്ട്രിക്റ്റുകളായി വിഭജിച്ചു. ഓരോന്നിനും പ്രസിഡന്റ് നിയമിച്ച ഒരു പ്രതിനിധിയെയും നിയമിച്ച് രാജ്യം മുഴുവൻ തന്റെ അധികാരത്തിന്റെ കീഴിലാക്കി. 2004 മാർച്ചിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പുടിന് അനായാസ വിജയം.
2007 ഡിസംബറിൽ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പുടിന്റെ യുണൈറ്റഡ് റഷ്യ പാർട്ടി ഭൂരിപക്ഷം സീറ്റുകളും നേടി. അന്താരാഷ്ട്ര നിരീക്ഷകരും റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തെരഞ്ഞെടുപ്പിന്റെ നീതിയെ ചോദ്യം ചെയ്തെങ്കിലും ഫലം പുടിന്റെ ശക്തി ഉറപ്പിച്ചു. 2008 അദ്ദേഹത്തിന്റെ പിൻഗാമിയായി ദിമിത്രി മെദ്വദേവ് റഷ്യയുടെ പ്രസിഡന്റായി. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മെദ്വദേവ് വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതിന് തൊട്ടു പിന്നാലെ യുണൈറ്റഡ് റഷ്യ പാർട്ടിയുടെ ചെയർമാൻ സ്ഥാനം താൻ സ്വീകരിച്ചതായി പുടിൻ പ്രഖ്യാപിച്ചു. 2008 മെയ് 7 അധികാരമേറ്റ് മണിക്കൂറുകൾക്കകം മെദ്വദേവ് പുടിനെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി നാമനിർദ്ദേശം ചെയ്തു. 2012 മാർച്ച് 4 പുടിൻ മൂന്നാം തവണയും റഷ്യയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. സ്ഥാനാരോഹണത്തിന് മുന്നോടിയായി യുണൈറ്റഡ് റഷ്യ ചെയർമാൻ സ്ഥാനം പുടിൻ രാജിവെച്ചു. പാർട്ടിയുടെ നിയന്ത്രണം മെദ്വദേവിന് കൈമാറി. 2012 മെയ് 7 അദ്ദേഹം പ്രസിഡന്റായി അധികാരമേറ്റെടുത്തു. അധികാരമേറ്റതിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രവർത്തനങ്ങളിലൊന്ന് മെദ്വദേവിനെ പ്രധാനമന്ത്രിയായി നാമനിർദ്ദേശം ചെയ്യുക എന്നതായിരുന്നു. 2018 മാർച്ചിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പുടിൻ 4ാം തവണയും റഷ്യൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഇക്കുറി അദ്ദേഹം റഷ്യൻ ഭരണഘടന ഭേദഗതി ചെയ്തു. തനിക്ക് ദീർഘകാലം റഷ്യയുടെ പ്രസിഡന്റായി ഇരിക്കാൻ കഴിയുന്ന നിലയിൽ രാജ്യത്തിന്റെ ഭരണഘടനയെ അദ്ദേഹം മാറ്റിയെഴുതി. 4 വർഷമായിരുന്ന പ്രസിഡന്റിന്റെ കാലാവധി 6 വർഷത്തേക്ക് മാറ്റി. തുടർച്ചയായി 2 ടൈമിൽ കൂടുതൽ പ്രസിഡന്റ് ആകരുത് എന്ന നിബന്ധനയും എടുത്തു കളഞ്ഞു. ഇതോടെ 2024 അദ്ദേഹം വീണ്ടും തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ അർഹത നേടി. പുടിന്റെ സ്വകാര്യ ജീവിതവും ഔദ്യോഗിക ജീവിതവും വിവാദങ്ങൾ നിറഞ്ഞതാണ്. യുദ്ധവെറിയനെന്നും സ്ത്രീ ലംബടനെന്നുമെല്ലാം അദ്ദേഹം വിശേഷിപ്പിക്കപ്പെടാറുണ്ട്. ഇനിയും അവസാനിക്കാത്ത യുക്രൈൻ യുദ്ധം അദ്ദേഹത്തിന്റെ യുദ്ധവെറിക്ക് ഉദാഹരണമാണ്. പുടിനെ വിമർശിക്കുന്നവരെല്ലാം ദുരൂഹ സാഹചര്യങ്ങളിൽ കൊല്ലപ്പെടുന്നു എന്നതും വാർത്തകളിൽ നിറയാറുണ്ട്. ഏറ്റവും ഒടുവിൽ റഷ്യൻ പ്രതിപക്ഷ നേതാവും പുടിന്റെ ഏറ്റവും വലിയ വിമർശകനുമായിരുന്ന അലക്സി നവൽനി ജയിലിൽ വെച്ച് മരിച്ചതിന് പിന്നിലും പുടിന്റെ കരങ്ങളാണെന്ന ആരോപണം അമേരിക്ക പോലും ഉയർത്തിയിരുന്നു. എന്തിനും പോന്ന സ്വകാര്യ കൊലയാളി സംഘമാണ് പുടിന്റെ ബലമെന്നാണ് പറയപ്പെടുന്നത്. റഷ്യൻ വിപ്ലവത്തിന് ശേഷം 1918 ലെനിൻ രൂപം കൊടുത്ത ഗ്രൂ എന്ന സംഘടന ഇപ്പോൾ പുടിന്റെ കസ്റ്റഡിയിലാണ്. റഷ്യയുടെ മറ്റ് രഹസ്യാന്വേഷണ ഏജൻസികളെക്കാൾ വ്യത്യസ്തമായ ദൗത്യമായിരുന്നു ഗ്രൂവിന് നിർവഹിക്കാനുണ്ടായിരുന്നത്. സാധാരണ രഹസ്യാന്വേഷണങ്ങൾ KGB നിർവഹിക്കുമ്പോൾ കടുപ്പമേറിയ ഓപ്പറേഷനുകൾക്കാണത്രേ ഗ്രൂ നിയോഗിക്കപ്പെട്ടിരുന്നത്. അതെന്തു തന്നെയായാലും ഈ വർഷം നടക്കുന്ന റഷ്യൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും മറ്റ് അത്ഭുതങ്ങളൊന്നും സംഭവിക്കില്ല എന്ന് തന്നെയാണ് റഷ്യയിൽ സമീപകാലത്ത് നടക്കുന്ന സംഭവങ്ങൾ നൽകുന്ന സൂചന.